ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ ഉപദ്രവിച്ച ആൾക്കാരുടെ കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് പാസ്റ്റിൽ സംഭവിച്ചത്, ചില കാര്യങ്ങൾ ഹിഡൻ ആയിരുന്നിരിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആരൊക്കെയാണ് നിങ്ങളെ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിയത് ആരൊക്കെയാണ്, നിങ്ങളെ ചതിച്ചത് ആരൊക്കെയാണ് എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തു കാരണം കൊണ്ടാണ് മറ്റു വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ എന്ത് കാരണം കൊണ്ടാണ് വിഷമിപ്പിച്ചത് എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒന്നിനോടും ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു പേടിയോ ഒന്നും നിങ്ങൾക്ക് തോന്നില്ല എന്നുള്ളതാണ്. എന്തു വന്നാലും അതിനെ നേരിടാൻ സാധിക്കും എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു പേടിയുമില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കർമ്മയാണ്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അവർ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തവർ നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നാണ് കാണുന്നത്. അത്തരത്തിലൊരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ വരികയുള്ളൂ. അപ്പോൾ കർമ്മയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിധി നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ ഇവിടെ പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു എനർജിയാണ്. അതായത് ഈ സമയം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടാവാം. അത്തരത്തിലൊരു പുതിയ കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതിന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് സക്സസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഹൈറഫിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സിന് തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയം
ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുവെന്നും കാണുന്നുണ്ട്. അതുപോലെ ഈ സമയം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുവെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ പിതൃക്കളെ കൂടി ഒന്ന് സ്മരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഗുരുവിനെ കിട്ടിയ ഒരു എനർജി അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ കൂടുതലായി നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്ന ഒരു എനർജിയുമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നാളുകളായിട്ട് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാവാം, അല്ലെങ്കിൽ പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളിനെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ എനർജി വളരെ പവർഫുൾ എനർജി ആണ് എന്നാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഈ കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഈ സമയം ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. അതായത് മറ്റുള്ളവർക്കൊരു വേദനയാകുമെന്ന് കരുതി, അല്ലെങ്കിൽ അവർക്കൊരു വിഷമമാകും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ട് മാറ്റി വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ എല്ലാവരോടും നീതിപൂർവം പെരുമാറുക. അതുപോലെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങളിരിക്കാൻ ശ്രമിക്കുക എന്നും ഒരു മെസ്സേജ് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഈ പ്രകൃതി മുഴുവൻ ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങൾ മരങ്ങളുടെ കീഴിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയം. അതായത് വലിയ വൃക്ഷങ്ങൾ, ആല് പോലുള്ള വൃക്ഷത്തിൻ്റെയൊക്കെ ചുവട്ടിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ നെഗറ്റീവ്സ് ഈ മരങ്ങൾ വലിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷായ ഒരു എനർജി ലഭിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിരിക്കാൻ ഈ ഒരു സമയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, നിങ്ങളിൽ നിന്നും പാസ്റ്റിൽ മാറിപ്പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നഷ്ടപ്പെട്ട കാര്യം എവിടെ നിന്നൊക്കെയോ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസയൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു സമയം കിട്ടുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് പൈസ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് ഈ സമയം പൈസ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് പൈസ എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഇല്ലാതിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത്തരത്തിൽ പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ തീവ്രമായൊരു പ്രണയം നിങ്ങൾക്ക് ആരോടോ തോന്നുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് നിങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു കാര്യം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അത്രമാത്രം ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് ചില വ്യക്തികളോട് ഈ സമയം തോന്നാം. ചിലപ്പോൾ ഇത് വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷനും അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസിയും ഒക്കെ തോന്നാനും സാധ്യതയുണ്ട് എന്നും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ പാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് പോയൊരു കാര്യം വീണ്ടും നിങ്ങളുടെ കയ്യിൽ തിരിച്ച് വരുന്ന ഒരു എനർജിയാണ്. എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, അത് ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ട് വിട്ടുപോയൊരു കാര്യമായിരിക്കാം. അപ്പോൾ അത് വീണ്ടും അങ്ങനെ സെയിം ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളിലേക്ക് പൈസ വരുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നതാവാം. അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് ലാഭം കിട്ടാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം എന്തെങ്കിലും ശുഭകാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു മാരേജോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫങ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ളൊരു പാർട്ടിയിൽ പങ്കെടുക്കാനോ ഒക്കെയുള്ളൊരു അവസരം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അതൊരു ഓഫീസ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫങ്ഷൻ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്തരത്തിൽ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും തീരുമാനമെടുക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കുന്ന ഒരു എനർജി ഇതിലുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാതെ ഒന്ന് ആലോചിച്ച് മാത്രം ചെയ്യുമെന്നാണ് ഇതിൽ കാണുന്നത്. ശരിക്കും നിങ്ങൾ കിട്ടുന്ന കാര്യത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു പെർഫെക്റ്റ് ആയൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യാതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്ന എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗാർഡിയനോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ശക്തി നിങ്ങളെ ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട്.
നിങ്ങളെ ഒരു ട്രാപ്പിലും പെടുത്താതെ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്നാണ്. കാരണം യഥാസമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവും ബുദ്ധിയും എല്ലാം ചില തോന്നലുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതായത് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാത്ത വണ്ണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ആളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളെ മാക്സിമം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്ന ഒരു കാര്യം, അപ്പോൾ മാക്സിമം നിങ്ങളെ ഉപദ്രവിച്ചിട്ട് അത് വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. ഇത് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്നതായിരിക്കാം. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ തന്നെ എൻഡാക്കാൻ തീരുമാനിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ പെട്ടുകിടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഇവിടെ മാറുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ തന്നെ ആയിരിക്കണം അതിന് ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ സമയം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ആക്ഷൻ എടുത്ത് പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൽ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേയധികം ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതാണ് വേണ്ടിയത് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരി ഏത് തെറ്റേത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അത്തരം വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചില വാർത്തകൾ കേട്ടിട്ടാവാം അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവാം. എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് ആ ഒരു കാര്യം തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പേജ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പുതിയൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. കുറേ ആൾക്കാർക്കും ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊരു ഓൺലൈൻ ബിസിനസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നതായും ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയുമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.